ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ജമ്മുകശ്മീരിൽ ഭീകരാക്രമണത്തിൽ നിരവധി വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സൌദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെത്തി. മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന സ്ഥലം സന്ദർശിക്കുന്നു. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം സ്വദേശി രാമചന്ദ്രന്റെ ഭൌതികദേഹം വൈകുന്നേരത്തോടെ വീട്ടിലെത്തിക്കും. ശ്രീനഗറിൽ മലയാളികൾ സുരക്ഷിതരാണെന്ന് നോർക്ക. ജമ്മുകശ്മീരിലെ ബാരാമുള്ളയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം ചെറുത്ത് സൈന്യം 2 ഭീകരരെ വധിച്ചു. കേരള സിലബസ് സ്കൂളുകളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളുടെ വിതരണത്തിന് തുടക്കം. കോട്ടയം തിരുവാതുക്കലിൽ വ്യവസായിയെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അസം സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ ഇന്നലെ ഭീകരാക്രമണത്തിൽ നിരവധി വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സൌദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെത്തി. ഡൽഹിയിലെത്തിയ പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ വച്ചുതന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. ഭീകരാക്രമണത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണ അറിയിച്ച് ലോകരാഷ്ട്രങ്ങൾ രംഗത്തെത്തി. നോർത്തേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ MV സുജേന്ദ്രകുമാർ ഇന്ന് ശ്രീനഗറിലെത്തും. താഴ്വരയിലെ നിലവിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് പ്രാദേശിക കമാൻഡർമാർ അദ്ദേഹത്തെ ധരിപ്പിക്കും. ദേശീയ അന്വേഷണ ഏജൻസിയും ശ്രീനഗറിലെത്തി. മേഖലയിൽ സൈന്യവും CRPFും ജമ്മുകശ്മീർ പോലീസും സംയുക്തമായി തെരച്ചിൽ നടത്തുന്നു. കൊല്ലപ്പെട്ടവരുടെ അന്തിമ കണക്കുകൾ ശേഖരിച്ചു വരികയാണെന്ന് ഉന്നത സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. 2 വിദേശികൾ ഉൾപ്പെടെ 26 പേർ കൊല്ലപ്പെട്ടെന്ന് PTI അടക്കമുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ജമ്മുകശ്മീർ സർക്കാർ 10 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചു. ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ശ്രീനഗറിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും അദ്ദേഹം സന്ദർശിച്ചു. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയ്ക്കൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഭീകരാക്രമണം നടന്ന സ്ഥലം സന്ദർശിക്കുകയാണ്. അതേസമയം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും കേന്ദ്രമന്ത്രി അമിത്ഷായെ ടെലഫോണിൽ ബന്ധപ്പെട്ട് ഭീകരരെ അടിച്ചമർത്തുന്നതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. വിനോദസഞ്ചാരികൾക്കെതിരായ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് കശ്മീർ താഴ്വരയിൽ സ്ഥലവാസികൾ ബന്ദ് ആചരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം സ്വദേശി രാമചന്ദ്രന്റെ ഭൌതികദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായതായും വൈകുന്നേരത്തോടെ വീട്ടിലെത്തിക്കുമെന്നും നോർക്ക റൂട്ട്സ് CEO അജിത് കോളശ്ശേരി. MLAമാർ ഹൈക്കോടതി ജഡ്ജികൾ ഉൾപ്പെടെ ശ്രീനഗറിലുള്ള മലയാളികളെല്ലാം സുരക്ഷിതരാണെന്നും അദ്ദേഹം പറഞ്ഞു. നോർക്ക ഹെൽപ്പ് ഡെസ്കിൽ ഇതിനകം 262 മലയാളികൾ രജിസ്റ്റർ ചെയ്തതായും ശ്രീ അജിത് കോളശ്ശേരി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഭീകരാക്രമണം സംബന്ധിച്ചിട്ടുള്ള വിവരം ലഭിച്ച ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെയും നോർക്ക റെസിഡന്റ് വൈസ് ചെയർമാന്റെയും നിർദ്ദേശാനുസരണം നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് രൂപീകരിക്കുകയും അതിലെ രജിസ്ട്രേഷൻ നടപടികൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിനകം 262 മലയാളികൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം സ്വദേശി ശ്രീ രാമചന്ദ്രന്റെ ഭൌതിക ശരീരം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. 7:00 കൊച്ചിയിലെത്തിക്കും. കൊച്ചിയിൽ മൃതദേഹം വീട്ടിലെത്തിക്കാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടവും നോർക്ക റൂട്ട്സിന്റെയും നേതൃത്വത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊച്ചിയിലെ നാവികസേനാ ഉദ്യോഗസ്ഥനായ വിനയ് നിർവാൾ കൊല്ലപ്പെട്ടതിൽ ദുഃഖം രേഖപ്പെടുത്തി അഡ്മിറൽ ദിനേശ് K. ത്രിപാഠി. സംഭവം ഞെട്ടലുളവാക്കുന്നതാണെന്നും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിനോദയാത്രികർക്കായി ജമ്മുകശ്മീർ സർക്കാർ അടിയന്തര ഹെൽപ്പ് ഡെസ്കുകൾ ഒരുക്കി. വിനോദയാത്രികർക്ക് വിവരങ്ങൾക്കും സഹായത്തിനും 019322223337 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 9697982527 എന്ന നമ്പറിലും സഹായം തേടാം. ശ്രീനഗറിലും എമർജൻസി കൺട്രോൾ റൂം തുറന്നു. നമ്പർ 019424575443. ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യയും ഇൻഡിഗോയും ശ്രീനഗറിൽ നിന്ന് പ്രത്യേക വിമാന സർവീസ് നടത്തും. ശ്രീനഗറിൽ നിന്നും മുംബൈയിലേക്കും ഡൽഹിയിലേക്കും സർവീസ് ഉണ്ടാകും. ജമ്മുകശ്മീരിലെ ബാരാമുള്ളയിൽ ആയുധങ്ങളുമായി നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 2 ഭീകരരെ സൈന്യം വധിച്ചു. ഇവരിൽ നിന്ന് തോക്കുകളും മറ്റ് ആയുധങ്ങളും കണ്ടെടുത്തെന്ന് സേനാ വക്താവ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരള സിലബസ് സ്കൂളുകളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലെ 2025-26 അധ്യയന വർഷത്തെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളുടെ വിതരണത്തിന് തുടക്കമായി. വിതരണോദ്ഘാടന ചടങ്ങ് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു.
എല്ലാ ക്ലാസുകളിലുമായി 3.8 കോടി പുസ്തകമാണ് ഇതുവരെ അച്ചടിച്ചത്. 8ാം ക്ലാസ് വരെ കുട്ടികൾക്ക് പുസ്തകം സൌജന്യമാണ്. ഒരു വലിയ യാത്ര സഫലമായതിന്റെ സന്തോഷത്തിലാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ 45ാം റാങ്കുകാരി മാളവിക ജി നായർ. ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അതിനെ മറികടന്നാണ് ലക്ഷ്യത്തിലെത്തിയതെന്ന് തിരുവല്ല സ്വദേശിയായ മാളവിക ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. വളരെ നീണ്ട ഒരു യാത്രയായിരുന്നു. അതിനൊടുവിൽ അവസാനം IAS കിട്ടുമെന്ന് തോന്നി ഇപ്രാവശ്യത്തെ റാങ്കിനനുസരിച്ച്. അതുകൊണ്ട് വളരെ സന്തോഷം, ദൈവാധീനം. ഞാൻ ഓൾറെഡി ഇന്ത്യൻ റവന്യൂ സർവീസിലാണ്, ഡെപ്യൂട്ടി കമ്മീഷണറാണ്. അപ്പം ആ ഒരു പരിചയം വെച്ചിട്ട് ഈ തവണ ഞാൻ വീട്ടിലിരുന്ന് തന്നെയായിരുന്നു കൂടുതലും പ്രിപ്പറേഷൻ, ഓൺലൈനും ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ആ സമയത്ത് മെറ്റേണിറ്റി ലീവിലായിരുന്നു. അപ്പം തന്നെയായിരുന്നു ഈ തവണ കൂടുതലും പ്രിപ്പറേഷൻ. കേരളമാണ് ആദ്യം വെച്ചിരിക്കുന്നത് എന്റെ ഓപ്ഷനിൽ. 2025-26 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകളിലേക്കുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കം. എഞ്ചിനീയറിംഗ് പരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ വൈകിട്ട് 5 വരെ നടക്കും. ഫാർമസി പരീക്ഷ നാളെ തുടങ്ങും. വനമേഖലകളിൽ മാത്രം കണ്ടുവരുന്ന കാട്ടുപന്നികളുടെ സാന്നിധ്യം പട്ടണങ്ങളിൽ വരെ എത്തിയത് ഗൌരവമായി കാണണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാലക്കാട് ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ ജില്ലാതല നിയന്ത്രണ സമിതി അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. എല്ലാ പഞ്ചായത്തുകളിലും ജനജാഗ്രതാ സമിതികൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും വാർഡ് തലത്തിൽ പ്രാഥമിക പ്രതികരണ സംഘങ്ങൾ രൂപീകരിക്കാനും തീരുമാനിച്ചു. കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കുന്നതിനായി നിയന്ത്രിത വധ നടപടികൾ സ്വീകരിക്കണം. പാമ്പുകടി മരണങ്ങൾ കൂടുതലുള്ള ജില്ലയായതിനാൽ സർപ്പ പദ്ധതിയിൽ കൂടുതൽ പേർക്ക് പരിശീലനം നൽകണമെന്നും നിർദ്ദേശം നൽകി. വന്യമൃഗശല്യം ഒഴിവാക്കുന്നതിനായി പാലക്കാട് IITയുമായി സഹകരിച്ച് കൂടുതൽ നൂതന പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണെന്നും ജില്ലാ കളക്ടർ യോഗത്തിൽ അറിയിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കർദിനാൾ ബസേലിയോസ് മാർ ക്ലിമിസ് കാതോലിക്ക ബാവ റോമിലേക്ക് തിരിച്ചു. ശനിയാഴ്ച നടക്കുന്ന സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന അദ്ദേഹം പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള കർദിനാൾമാരുടെ കോൺക്ലേവിലും സംബന്ധിക്കും. വേവ്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായതിന്റെ സന്തോഷത്തിലാണ് കണ്ണൂർ പയ്യന്നൂരിൽ ജനിച്ചു വളർന്ന നന്ദൻ. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. മുംബൈയിൽ മെയ് 1 ആരംഭിക്കുന്ന വേൾഡ് ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സമ്മിറ്റ് വേവ്സ് ഉച്ചകോടിയുടെ ഭാഗമായി നടക്കുന്ന ആനിമേഷൻ ഫീച്ചർ ഫിലിം നിർമ്മാതാക്കളുടെ മത്സരത്തിൽ കേരളത്തിൽ നിന്ന് കാസർഗോഡ് പിലിക്കോടെ നന്ദന്റെ ഫീച്ചർ ഫിലിം പ്രൊജക്ടായ ദ ഡ്രീം ബലൂൺ ഫൈനലിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നന്ദൻ ആകാശവാണിയോട്. 9 മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന റിവ്യൂ പ്രോസസ്സിന്റെ ഒടുവിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സെലക്ഷൻ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. വേവ്സ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് സമ്മിറ്റായി മാറാൻ പോവുകയാണ്. കോട്ടയം തിരുവാതുക്കൽ വ്യവസായിയെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അസം സ്വദേശി അമിത് ഒറാങ്ങിനെ അറസ്റ്റ് ചെയ്തു. തൃശൂർ മാളയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. സഹകരണ എക്സ്പോയുടെ 3ാം പതിപ്പ് തിരുവനന്തപുരം കനകക്കുന്നിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എക്സ്പോ. CPIM സംസ്ഥാന കമ്മിറ്റി ഓഫീസിനായി നിർമ്മിച്ച AKG സെന്റർ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിലവിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന AKG സ്മാരക പഠന ഗവേഷണ കേന്ദ്രത്തിന് സമീപം ഡോക്ടർ NS വാര്യർ റോഡിലാണ് പുതിയ മന്ദിരം. CPI ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ദേശീയ കൌൺസിൽ യോഗം നാളെയും മറ്റന്നാളും നടക്കും. MN സ്മാരകത്തിലാണ് യോഗം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 479 പോയിന്റ് നേട്ടത്തിൽ 80,041ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 123 പോയിന്റ് ഉയർന്ന് 24,302ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 275 രൂപ കുറഞ്ഞ് 9,015 രൂപയും പവന് 2,200 രൂപ താഴ്ന്ന് 72,120 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 30 മുതൽ 40 വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്ത് ഇന്ന് വൈകിട്ട് 5:30 വരെ 1 മീറ്റർ ഉയരത്തിലുള്ള തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മുകശ്മീരിൽ ഭീകരാക്രമണത്തിൽ നിരവധി വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സൌദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെത്തി. മുതിർന്ന ഉദ്യോഗസ്ഥരുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന സ്ഥലം സന്ദർശിക്കുന്നു. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം സ്വദേശി രാമചന്ദ്രന്റെ ഭൌതികദേഹം വൈകുന്നേരത്തോടെ വീട്ടിലെത്തിക്കും. ശ്രീനഗറിൽ മലയാളികൾ സുരക്ഷിതരാണെന്ന് നോർക്ക. ജമ്മുകശ്മീരിലെ ബാരാമുള്ളയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം ചെറുത്ത് സൈന്യം 2 ഭീകരരെ വധിച്ചു. കേരള സിലബസ് സ്കൂളുകളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളുടെ വിതരണത്തിന് തുടക്കം. കോട്ടയം തിരുവാതുക്കലിൽ വ്യവസായിയെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അസം സ്വദേശിയെ അറസ്റ്റ് ചെയ്തു.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.